ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഫെർബിൻ. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ചാനലിൽ വരുന്നത് വ്ളോഗ്സ് വരുന്നുണ്ട്, കുക്കിംഗ് വരുന്നുണ്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും മേക്കപ്പ് ഒക്കെ ഇടും, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കുക്കറി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കുറച്ച് ബാക്കോട്ടേക്ക് പോയാലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങളൊരു ഹോളിഡേക്ക് പോയതായിരുന്നു, പാരീസിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, യാത്രാ വിവരണം എന്നൊക്കെ പറയാം. നമ്മൾ പോയ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് ഫുള്ളൊന്നും എടുക്കുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വ്ളോഗാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ പോകുന്നത്, ഫ്ലൈറ്റിലല്ല കേട്ടോ, ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന്, അതായത് ഞങ്ങളെ സ്ഥലത്ത് നിന്ന് ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡോവർ പോർട്ടിൽ നിന്ന് അവിടുന്ന് നമ്മൾ യൂറോ ടണൽ വഴിയാണ് പോകുന്നത്. യൂറോ ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ട്രെയിൻ പോലെയാണ്. അതിലോട്ടേക്ക് നമ്മളെ കാറ് കയറ്റി വെക്കുക. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസിലെത്താൻ പറ്റും. ഇതിപ്പോൾ ഫ്രാൻസിൽ മാത്രമല്ല, ബെൽജിയം, അങ്ങനെ എല്ലാ നെതർലാൻഡ്സ് എല്ലായിടത്തും പോകാൻ പറ്റും. യൂറോ ടണൽ മാത്രമല്ല, ഫെറി വഴിയും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തത് ഈ ഒരു ലേ ഷട്ടൽ, നമ്മളെ ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ബോർഡർ സ്ഥലത്തെത്തി. അപ്പം UK ബോർഡറാണിത്. അപ്പോൾ അവിടെ എത്തും കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് വന്ന് ഇനി നമ്മൾ എന്താ പറയുക, ഫ്രാൻസിൻ്റെ ബോർഡറും കൂടി ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ചെക്കിങ് ഉണ്ട്, പാസ്പോർട്ടൊക്കെ കാണിച്ചു കൊടുക്കണം. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ അവിടെ നിന്ന് തന്നെ ഇത്തിരി വീഡിയോ ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ അവിടുത്തെ ആ ലേഡി ഭയങ്കര ഫ്രാൻസിൻ്റെ ആ ഭാഗത്ത് ഇരിക്കുന്ന മീൻസ് അത് ഡിലീറ്റ് ചെയ്യണം. എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലാണ്. ഞാൻ ആ സണ്ണെല്ലാം വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഭയങ്കര. ഇവർ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്, ഓക്കെ അല്ലേ, റെഡി അല്ലേ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഫ്രാൻസിലേക്ക് ഈ ഒരു ഷട്ടിൽ മീൻസ് ഈ ഒരു ട്രെയിനിൽ കയറ്റി വെക്കില്ല. അതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട് പാരീസിലോട്ട്. അതായത് കലേസ് എന്ന് പറഞ്ഞ പോർട്ടിലാണ് നമ്മൾ ഇറങ്ങുക. അവിടുന്ന് 3 മണിക്കൂറുണ്ട് ഈ ഒരു ഇതിന്. അതായത് ഈ ഷട്ടിൽ 250 പൗണ്ട്സായി. അതായത് ഇതിൽ കയറ്റി ഇങ്ങോട്ടേക്ക് വരുന്നതും പോകുന്നതും അതിന് കാറ് നിർത്തുന്നതിനാണ് ഈ ഒരു 250 പൗണ്ട്സ് ആകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെ സംഭവങ്ങളൊക്കെ ബോർഡർ എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ക്യൂവിലേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഷോപ്സും പിന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ പോകില്ല, അതേപോലെ തന്നെ ടെർമിനൽ പോലെ തന്നെ ഇങ്ങനെ കുറേ ഷോപ്സും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട്. ഒരു വേറെ രസമാണ്. എപ്പോഴും നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇത് ഓരോ ലെയിനാട്ടോ. ഓരോ ലൈനിൽ ഈ ഒരു ട്രെയിൻ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ അവരിങ്ങനെ ബോർഡിൽ ഇങ്ങനെ കാണിക്കും. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ബോർഡിൽ കാണിക്കില്ല, ഇങ്ങനെ ഇത് ബോർഡ് ചെയ്യാനായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ അവിടെയും ട്രെയിനിൻ്റെ അതൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു വേറെ രസമാണ്. നമുക്കൊരു എപ്പോഴും നമ്മൾ ആ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ആ ഒരു വ്യത്യസ്തമായ ഒരു രസമാണ്. പിന്നെ കാറ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഈ പോകുന്നത് ട്രെയിനാണ്. നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇരുന്നൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രാൻസിൽ. അത് ഭയങ്കര അത്ഭുതമല്ലേ. അപ്പോൾ ഇതേപോലത്തെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്തായിരുന്നു ജനുവരി 2012 ഞങ്ങൾ ആദ്യമായിട്ട് പാരീസിൽ പോയത് കേട്ടോ. ഭയങ്കര കുഞ്ഞു കുട്ടികളായിരുന്നു ആ സമയത്ത് മക്കളൊക്കെ. അപ്പോൾ അതിൻ്റെതായ ഒരു പോക്ക്, അതും 2 ദിവസത്തേക്ക്, ഇത് 4 ദിവസത്തേക്കുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് സ്ഥലത്ത് പോയതൊക്കെ നമ്മൾ വിചാരിച്ച് അവിടെ പോയിട്ട് ഒന്നും കൂടി ഫോട്ടോസൊക്കെ റീക്രിയേറ്റ്, അതിൻ്റെ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ അവർക്കൊന്നും ഓർമ്മയില്ല പോയതൊന്നും, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ അന്ന് വീഡിയോസൊന്നും അത്ര എടുക്കാറില്ല, ഞാൻ ഫോട്ടോസായിരുന്നു കൂടുതൽ എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഓരോ ആ പോകുന്ന സ്ഥലത്തേക്ക് ഐഫിൽ ടവറിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വാഹനം, നമ്മളെ ലേ ഷട്ടൽ, യൂറോ ടണൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് ഈ കാറൊക്കെ പോകുന്നത്. കാർ മാത്രമല്ല കേട്ടോ, വലിയ ട്രക്ക് നമ്മൾ കാണാറില്ല, അതൊക്കെ നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ കയറും. അത്രയും വലിയ വലുപ്പമുണ്ട്. എന്നിട്ട് എല്ലാം ഇതിങ്ങനെ ഒരു അടുക്കി
ആക്കിയിട്ടാണ് ഇത് ഭയങ്കര ഓർഗനൈസ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ഈ കാറൊക്കെ പാർക്ക് ചെയ്യിക്കുന്നത്. ഇത് 2 തട്ടാണ്, മേലെയുണ്ട് താഴെയുണ്ട്. ഞങ്ങൾ താഴെയാട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെന്തായിരുന്നു, പിന്നെ ബാത്റൂമും ഉണ്ട് കേട്ടോ. നമ്മളെ ട്രെയിനിലൊക്കെ കാണുന്ന പോലത്തെ ബാത്റൂം, ഭയങ്കര അടിപൊളി ബാത്റൂം എന്നൊന്നും പറയാനില്ല. എന്നിട്ട് ഓരോ കാറ് വെച്ചിട്ട് ഈ ഒരു ഡോറില്ലേ, ആ ഡോർ അങ്ങോട്ട് ഇങ്ങനെ ഓരോ റൂം പോലെ ഇങ്ങനെ ആക്കിയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് വെക്കും. പിന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ആ കാറിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കാൻ പാടില്ല, അത് ഡേഞ്ചറാണെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. അപ്പം ഇതാണ് സംഭവം. ഓരോ സ്ഥലത്ത് കണ്ടില്ലേ ഓരോ വാതിലിങ്ങനെ, അപ്പോൾ അതിങ്ങനെ അടുക്കി വരുമ്പോൾ ഓരോ വാതിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ലേ ഷട്ടിൽ, അതായത് യൂറോ ടണലിൻ്റെ വിശദീകരണം. മിക്ക ആൾക്കാരും ഇങ്ങനെ ഇവിടുന്ന് ലണ്ടനിൽ പാരീസിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ചിലർ പാരീസിൽ തന്നെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ വീക്കെൻഡിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. ശരിക്കും നല്ല ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്താ പറയുക, കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ പാരീസ് നമ്മളെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിങ്ങനെ ഇളകുന്ന കുറച്ച് നേരം നമുക്ക് ആ വെളിച്ചം കാണും കേട്ടോ. കുറച്ച് നേരം കൂടിയാണ് നമുക്ക് ആ വെളിച്ചം കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വെളിച്ചം കാണും, കാരണം അത് പിന്നെ ഇരുട്ടായി. പിന്നെ കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് കേട്ടോ. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്രാൻസിലെത്തും. അവന് ഫ്രാൻസിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫ്രാൻസിലെത്തി. എല്ലാവരെയും കിട്ടും. അങ്ങനെ നമ്മളെത്തി. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് നമ്മളിതാ ഫ്രാൻസിലെത്തി. ഗേറ്റ് തുറന്ന്, ഗേറ്റ് അല്ലല്ലേ, ഡോറാണ് തുറന്നത്. 35 minutes. If it takes 35 minutes to France, surely it takes like 4 hours here. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രാൻസിലെത്തി. ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇതിലാണ് നമ്മൾ പോകുന്നത് അല്ലേ. അല്ലല്ലേ, ഇതിലാ. ഫ്രാൻസിലെത്തിട്ടോ. ബോൺജോർ 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 ബോൺജോർ. Left to merge onto A16. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് നമ്മൾ ഫ്രാൻസിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇവിടെ ടോള് കൊടുക്കണം കേട്ടോ. അത്ര 20 യൂറോസാണ്. അങ്ങനെ നമ്മൾ കൊടുത്ത് നമ്മളൊരു പാർക്ക് ചെയ്തിട്ടോ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കിയ ഒരു പൊറോട്ട റോള, ചിക്കനെല്ലാം വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും അത് കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ്. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ എവിടെയും അധികം നിന്നിട്ടില്ല, നേരെ അങ്ങനെ പോയതാണല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ചൂടാക്കാനൊന്നും സ്ഥലം കണ്ടില്ല. പിന്നെ നല്ല വിശപ്പില്ലതുകൊണ്ട് വെറുതെ പറയന്നെ അങ്ങോട്ട്. നമുക്ക് ഫ്രഞ്ച് അറിയാത്തോണ്ട് മൂപ്പർക്ക് അറിയുന്നോണ്ട് മൂപ്പരെന്തോ പറയന്നെ അങ്ങോട്ട്. കണ്ടിട്ടാ. അങ്ങനെ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത്
നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുർക്കുറയൊക്കെ കഴിച്ച് ഏതാനും നിമിഷങ്ങളൊന്നുമല്ല, കുറച്ച് ട്രാവൽ ചെയ്യാണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രാൻസ്, അതായത് പാരീസിലെത്തി. സിറ്റി ഓഫ് ലവ്, എന്താ പറയുക, സിറ്റി ഓഫ് ഫാഷൻ, അങ്ങനെയൊക്കെ നമുക്ക് പാരീസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അടിപൊളിയാണ് ഇവരെ ബിൽഡിങ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ്ങാണ് കൂടുതൽ. ഇവരെ ആ ഡിസൈൻ ഭയങ്കര രസമാട്ടോ, രണ്ട് സൈഡിലും കാണാൻ. പിന്നെ എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം നല്ലൊരു വെയിലുണ്ടായിരുന്നു. ഞങ്ങളിവിടെ, അതായത് ലണ്ടനിൽ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ഫുൾ തണുത്ത് ഇങ്ങനെ ഇതായിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല വെയിലും, നല്ല വെയിലിനനുസരിച്ച് നമ്മൾ വിചാരിക്കും തണുപ്പില്ല എന്ന് വിചാരിക്കരുത്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹാപ്പിയാണ്. നമ്മളെ ചെറിയ ആഹിൽ മൂപ്പർക്ക് ഫ്രഞ്ച് അറിയാം, സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ഓനെയാണ് കൂടുതലും പറയുന്നത്. നിനക്ക് നീ ആട്ടോ നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ കളിയാക്കൊക്കെ ചെയ്ത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോട്ടലെത്തിയിട്ടോ. നല്ല ഹോട്ടലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് നേരെ ഹോട്ടലിലേക്കാണ്. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. അപ്പം നമ്മൾ എന്താ പറയുക, ഏകദേശം പാരീസിൻ്റെ അടുത്ത് സിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഹോട്ടലെടുത്തത്. നല്ല ഹോട്ടലാണ്, വലിയ ഹോട്ടലൊന്നുമല്ല, നല്ല വൃത്തിയില്ല, നല്ല ഹോട്ടൽ. Amelia, about your reservation, you have booked for 3 nights, isn't it? You have booked 2 rooms. Breakfast is included. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് നമ്മൾ റൂം ടൂർ കണ്ടാലോ. അപ്പോൾ ഇത് തുറന്ന വാടന്നെ ഡോറാണ്. പിന്നെ പുറത്തോട്ടേക്ക് ഇതാ ഇങ്ങനൊരു ബെഡ്, പിന്നെ ഒരു ബാത്റൂം, പിന്നെ പുറത്തേക്ക് നല്ലൊരു ചെറിയൊരു എന്താ പറയുക ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ല രസമാണ് രാവിലെയൊക്കെ കാണാൻ, ഇങ്ങനെ ട്രെയിൻ പോകുന്നതും ഒക്കെ. ഇങ്ങനെ ഒരു നല്ല പീസ്ഫുള്ളായിരുന്നു, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ നല്ല. ഇത് രാത്രിയായിട്ടോ, അതേ സ്ഥലം തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് പിന്നെ ഇറങ്ങിയത്. അവിടെ തന്നെ അടുത്ത് തന്നെ താഴെ, ഹോട്ടലിൻ്റെ അടുത്ത് താഴെ തന്നെ പറയേണ്ടി വരും, നല്ലൊരു ടർക്കിഷ് ഈ കബാബും സാൻഡ്വിച്ച്, പിന്നെ എന്താ പറയുക, നമ്മളെ ഇതില്ലേ ഷവർമ, അതെല്ലാം കിട്ടുന്നൊരു കടയായിരുന്നു. എന്തൊരു റാഹത്താണെന്ന് പറയുന്നത്, ഭയങ്കര സന്തോഷമായി എൻ്റെ മുഖത്തതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്ലേറ്റ് ഷവർമ ഇതൊക്കെ ഓർഡർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മുഖത്തെല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് എൻജോയ് ചെയ്യാണ്, എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം ട്രാവൽ ചെയ്തല്ലേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഫുഡൊക്കെ എത്തി. ബോൺജോർ ബോൺജോർ. Good thing, you know. Good thing they don't try it. I don't know what Merci. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുൾ ഫ്രഞ്ച് സംസാരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഞാൻ. ഇടയ്ക്കിടയ്ക്ക് ബൊഞ്ചോറും ഹോലയൊക്കെ പറഞ്ഞുകൊണ്ട്, കോല നമ്മൾ സ്പാനിഷാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവരൊക്കെ ഷോക്കായി എൻ്റെ ഫ്രഞ്ച് ഭാഷയൊക്കെ കേട്ടിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ രാത്രി നമ്മൾ ഐഫിൾ ടവർ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഐഫിൾ ടവറിൻ്റെ ഭംഗി എങ്ങനെയുണ്ട് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, വിഷയമില്ല. ഇവിടുന്ന് നമ്മൾ ബസ് എടുത്തിട്ടപ്പം, അപ്പോൾ ബസ് എടുത്തിട്ട് നേരെ ഐഫിൾ ടവറിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഹോട്ടലിൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷൻ നോക്കി പോവാണ്. നല്ല ഭംഗിയായിരിക്കും രാത്രി കാണാൻ. അപ്പോൾ നമ്മൾ ഐഫിൾ ടവറിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം കേട്ടോ. നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ട്യൂബ് സ്റ്റേഷനും ബസ് സ്റ്റേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ.
പറയും തണുപ്പുണ്ട് എന്ന് പറയുന്നു. ഒന്ന് പറയോ? അല്ല പാരീസ് ഭാഷ അല്ല ഫ്രഞ്ച് ഭാഷയിൽ പറയൂ തണുക്കുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. Bus 30, direction. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ബസ് വന്ന് അങ്ങനെ ഞാൻ ഏറ്റവും ബാക്കിൽ അറ്റത്ത് പോയിരുന്ന്, എന്നാലല്ലേ കുറേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ സ്ട്രോളറൊക്കെ ആയിട്ട് പ്രാമൊക്കെ ആയിട്ട് കുട്ടികളെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ, അപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറാൻ, ഇപ്പോൾ ഇവരെല്ലാവരും വലിയ കുട്ടികളായതുകൊണ്ട് ഒന്നും നോക്കണ്ട, നമുക്ക് അങ്ങോട്ട് അവരോട് പറഞ്ഞാൽ മതി അത് ചെയ്യുന്നൊക്കെ. അപ്പോൾ ഓരോ ടൈമിലും ഓരോ രസമല്ലേ ശരിക്കും മക്കൾ വലുതാവുന്നത് കാണുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും നമ്മളിതാ കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഉണ്ട് ബസ്സിന് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇത് എന്താണ് നമ്മളെ ഇന്ത്യ ഗേറ്റിൻ്റെ പോലത്തെ ഒരു സംഭവമില്ലേ, ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേര്, ആർക്ക് ഡി ട്രിയോംഫ് അങ്ങനെ ഫ്രഞ്ചിൽ പറയാം. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പേരുകൾ ഇവിടുത്തെ. അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ എന്താണ് ഐഫിൽ ടവറിന് മുന്നിലെത്തി. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ അവർ എത്തുമ്പോൾ നമ്മളിങ്ങനെ സ്പാർക്കിൾ ചെയ്യും കേട്ടോ. ഈ ഐഫിൽ ടവറിൻ്റെ മേലെ ഇങ്ങനെ ലൈറ്റ്സ് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മളിതങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ ദിവസം വെളിച്ചത്തിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ലൈക്ക് ചെയ്യണേ പ്ലീസ്. കമൻറ്റ് ഇല്ലെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനി പോയി റെസ്റ്റൊക്കെ എടുക്കട്ടെ. നാളെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാം. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക. ഷോർട്സ് നല്ല ഇങ്ങനെ കുറേ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടി ഇവിടെ എൻജോയ് ചെയ്യട്ടെ. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര രസമുണ്ട്. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ബൈ.